ഹലോ. നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. സോ ഞാനിന്ന് പറയാനുള്ളത്, വോട്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ റൈറ്റാണ്. റൈറ്റ് ടു ഫ്രീഡം എന്നെല്ലാം പറയുന്ന പോലെ, റൈറ്റ് ടു ലിവ് എന്നെല്ലാം പറയുന്ന പോലെ, റൈറ്റ് ടു വോട്ട് ഒരാളെ ഫ്രീഡമാണ്. അവർ സെൽഫായിട്ട് എടുക്കേണ്ട സംഭവമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നതിൽ ഒരു കാര്യമില്ല. ലൈക്ക് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, ഇപ്പം UDF ആയാലും LDF ആയാലും BJP ആയാലും, ദാറ്റ് ഇസ് നോട്ട് മാറ്റർ. ആരായാലും എന്നൊരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നില്ല എന്നൊരാൾ ഇത് അതിലൊന്നും ഒരു കാര്യമില്ല. അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഗുണമായിട്ട് എന്തെങ്കിലും തരുന്നുണ്ടോ, ലൈക്ക് ഗുണമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടോ, അതെങ്കിലും നമുക്ക് എന്തെങ്കിലും നേടിത്തരുന്നുണ്ടോ, അതിലെല്ലാണ് മാറ്റർ. ഡസൻ മാറ്റർ ഇൻ നമ്മൾ ഇന്നൊരു പാർട്ടി ജയിക്കുക. അത് കുറേ ആൾക്കാർ വിചാരിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പാരമ്പര്യമായിട്ട് അവരുടെ ഫാമിലി ഇന്നൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും. അപ്പം ഈ ഒരു മക്കളെന്ന് വിചാരിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടി എന്നൊരു വലിയൊരു പാർട്ടിയാണ്, ഈ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം, കാരണം നമ്മളെ റിലീജിയനാണ് ആ പാർട്ടി, അതുകൊണ്ട് നമ്മൾ ഈ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് നോ നത്തിങ്. അതിലൊന്നൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഞാനിപ്പം ടീനേജേഴ്സിൻ്റെ അടുത്താണ് പറയുന്നത്, ലൈക്ക് എന്നെ പോലത്തെ ആളുടെ അടുത്ത് പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ അടുത്തുള്ളതാണ് കേട്ടോ വോട്ട് ചെയ്യുന്നത്, ഈക്വലല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് എന്താണ് അവർ നല്ലതായിട്ട് തോന്നുന്നുണ്ടോ, അവർ എല്ലാവരുടെ അടുത്തും ഈക്വലായിട്ട് തന്നെയാണോ പെരുമാറുന്നത്, എന്നൊരു റിലീജിയന് അവർ ഇങ്ങനെ തരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ടോ എന്നൊരു ലൈക്ക് നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എല്ലാവരും ഈക്വലായിട്ട് പ്രിവിലേജ് തരുന്ന ആളായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണത്, ലൈക്ക് എല്ലാവരും ഈക്വലായിട്ട് കാണേണ്ടത്. അപ്പം നമ്മൾക്ക് അവർ പ്രിവിലേജ് തരണം, എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണം. സോ അവർ നമുക്ക് ഈക്വലായിട്ട് പ്രിവിലേജ് തരുന്നുണ്ടോ എന്നതിലാണ് കാര്യം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഒരു പാർട്ടി കൂടി വന്നെന്ന് വിചാരിക്കും. ആ പാർട്ടി വന്നതിൽ കാര്യമില്ല. എന്ന് വെച്ചാൽ ആ പാർട്ടി പുതിയതായിട്ട് വന്നത് കാരണം നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നല്ല ആൾക്കാരായിരിക്കും. നല്ല ആൾക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നല്ല ഈക്വലായിട്ട് ജീവിക്കാനും അവർക്ക് ഫ്രീഡം, ലൈക്ക് എന്താ പറയുക, എല്ലാവർക്കും ഈ ഒരു സമൂഹത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരാളായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യേണ്ട ആൾക്കാർ. അപ്പം അവരെന്ന റിലീജിയൻ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ഒരു പാർട്ടി വിജയിക്കാൻ നമ്മൾ ഒരിക്കലും വേണ്ടിയിട്ട് പ്രയത്നിക്കരുത്. കാരണം ആ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, എന്നൊരു പേഴ്സൺ അവർക്ക് വേണ്ടിയിട്ടായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ അവർ വന്നാൽ നമുക്ക് നല്ലതാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാം. ഇപ്പം പുതിയതായിട്ട് ഒരു മതം കൂടി വന്നു വിചാരിക്കും. ഈ മതത്തിനും നമ്മളുടെ ഈ ഒരു കേരളത്തിൽ ഇപ്പം ന്യൂ ജനറേഷൻ ആണല്ലോ, പുതിയ മതം വരുമായിരിക്കും. വന്നെങ്കിൽ ആ ഒരു മതത്തിനും ഇവിടെ ജീവിക്കാനുള്ള ഈക്വൽ റൈറ്റ് നമ്മളുടെ ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് നൽകണം. അതാണ് നമ്മളുടെ തെരഞ്ഞെടുപ്പ് കൊണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള തുല്യത, ഇക്വാലിറ്റി കൊടുക്കാനുള്ളതാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ജെന്യൂനായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. ലൈക്ക് നിങ്ങളുടെ പാരമ്പര്യം നിങ്ങൾ പിന്തുടരരുത്. കാരണം നിങ്ങൾക്ക് അവർ നല്ലതായിട്ട് തോന്നുന്നുണ്ടോ, അവരെന്ത് ഗുണമാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത്, അവർക്ക് നമ്മളെ നല്ല വൃത്തിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവരെ വോട്ട് ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ പാരമ്പര്യം പിന്തുടരരുത്. എവ്രിവൺസ് റൈറ്റ് ഈസ് ടു വോട്ട്. സോ വോട്ട് ചെയ്യാതിരിക്കരുത്, വോട്ട് ചെയ്യുക. ഒരിക്കലും ആർക്കും വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ആ ഒരാൾ വന്നാൽ നമുക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നുന്ന ആൾക്കാരെ നിങ്ങൾ വോട്ട് ചെയ്യുക. താങ്ക് യു.